ഡിയർ ചിൽഡ്രൻ, അക്കൗണ്ടൻസി ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുടെ SCERT ടെക്സ്റ്റിലെ പേജ് നമ്പർ 168 ഇല്ലസ്ട്രേഷൻ 2ഉം 3ഉം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഡിസ്കസ് ചെയ്യാം. ആദ്യം നമുക്ക് ഇല്ലസ്ട്രേഷൻ 2 നോക്കാം. ഫ്രം ദ ഫോളോയിങ് പാർട്ടിക്കുലേഴ്സ് ഓഫ് അനിൽ ആൻഡ് കമ്പനി പ്രിപ്പയർ എ ബാങ്ക് റിക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് ആസ് ഓൺ ഓഗസ്റ്റ് 31, 2017. അനിൽ ആൻഡ് കമ്പനിയുടെ കുറച്ച് ഡീറ്റെയിൽസ് ആണ് തന്നിരിക്കുന്നത്. അതിൽ നിന്നും ഒരു ബാങ്ക് റിക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കാനാണ് നമ്മോട് പറഞ്ഞിരിക്കുന്നത്. 1. ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് ₹54,000. ക്യാഷ് ബുക്ക് ബാലൻസ് 54,000 ആണ്. അതായത് അനിൽ ആൻഡ് കമ്പനിയുടെ ക്യാഷ് ബുക്ക് പ്രകാരം ബാങ്ക് ബാലൻസ്, ക്യാഷ് ബുക്കിന്റെ ബാങ്ക് കോളത്തിലെ അഥവാ ബാങ്കിലെ ബാലൻസ് എന്ന് പറയുന്നത് 54,000 ആണ്. അതായത് ബാങ്കിൽ 54,000 രൂപ മിച്ചം കിടപ്പുണ്ടെന്നാണ് ക്യാഷ് ബുക്ക് പ്രകാരമുള്ള കണക്കനുസരിച്ച്. അതെന്ന് പറയുന്നത് എന്താണ് മിച്ചം കിടക്കുന്നതെന്ന് പറയുന്നത്? ഫേവറബിൾ ബാലൻസ് ആണ്, അല്ലെങ്കിൽ അതെന്ന് പറയുന്ന ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് അല്ലേ. അപ്പം നമ്മൾ എമൗണ്ട് കോളത്തിൽ എഴുതുമ്പോൾ ഈ 54,000 എവിടെ എഴുതണം? പ്ലസ് എമൗണ്ട് കോളത്തിൽ. കാരണം അത് മിച്ചം നീക്കിയിരിക്കുന്ന പണമാണ്. അപ്പോൾ പ്ലസ് എമൗണ്ട് കോളത്തിൽ ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞിട്ട് വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പം നമ്മൾ കണ്ടെത്തേണ്ട ഏത് ബാലൻസിലായിരിക്കും? പാസ്ബുക്ക് ബാലൻസിലായിരിക്കും നമ്മൾ ചെയ്തു വരുമ്പോൾ എത്തി നിൽക്കുന്നത്. സെക്കൻഡ്, ₹100 ബാങ്ക് ഇൻസിഡന്റൽ ചാർജസ് ഡെബിറ്റഡ് ടു അനിൽ ആൻഡ് കമ്പനി അക്കൗണ്ട് വിച്ച് ഈസ് നോട്ട് റെക്കോർഡഡ് ഇൻ ദ ക്യാഷ് ബുക്ക്. ബാങ്ക് ഇൻസിഡന്റൽ ചാർജസ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു 100 രൂപ ഈടാക്കിയിട്ടുണ്ട്. ചില സാന്ദർഭിക ചെലവുകളായിട്ട് അനിൽ ആൻഡ് കമ്പനിയുടെ ബാങ്ക് ഇവരുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഒരു 100 രൂപ ഈടാക്കി. അതായത് ബാങ്ക് അവർ ചെയ്തു കൊടുക്കുന്ന സേവനത്തിന് ഒരു ചാർജ് ഈടാക്കിയിരിക്കുന്നതാണ്. അപ്പം അനിൽ ആൻഡ് കമ്പനിക്ക് അക്കൗണ്ട് ഉണ്ടല്ലോ, അപ്പോൾ ആ അക്കൗണ്ടിൽ നിന്ന് തന്നെ എന്ത് ചെയ്യുന്നു? ആ 100 രൂപ ഈടാക്കുന്നു. വിച്ച് ഈസ് നോട്ട് റെക്കോർഡഡ് ഇൻ ദ ക്യാഷ് ബുക്ക്. ഈ വിവരം ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്തിട്ടില്ല. കാരണം ബാങ്കുകാർ നമ്മുടെ അക്കൗണ്ടിൽ പണം ഉള്ള കാരണം അക്കൗണ്ടിൽ നിന്ന് തന്നെ അത്രയും തുക എന്ത് ചെയ്യുന്നു? ഈടാക്കുന്നു. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു? പാസ്ബുക്കിൻ്റെ ബാലൻസ് റെഡ്യൂസ് ചെയ്യുന്നു. അതായത് ഈ വിവരം നമ്മൾ അറിയുന്നില്ല. നമുക്ക് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് കിട്ടുമ്പോൾ മാത്രമേ അറിയുകയുള്ളൂ. അപ്പോൾ മാത്രമേ നമ്മളത് ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്യുകയുമുള്ളൂ. അപ്പോൾ ആ ഒരു ടൈം ഗ്യാപ്പിൽ ക്യാഷ് ബുക്ക് ബാലൻസും പാസ്ബുക്ക് ബാലൻസും തമ്മിൽ ഡിഫറൻസ് വരും. അപ്പോൾ ഇവിടെ പാസ്ബുക്കിൽ 100 രൂപ ഇൻസിഡൻ്റൽ ചാർജ് ഈടാക്കുമ്പോൾ തന്നെ പാസ്ബുക്കിൽ റെഡ്യൂസ് ചെയ്യും. അപ്പോൾ നമുക്ക് നമ്മുടെ അത് അനാലിസിസ് ടേബിളിലേക്ക് റെക്കോർഡ് ചെയ്യാം. അപ്പോൾ ആദ്യത്തേത് 54,000, അത് നിങ്ങൾക്ക് അറിയാമല്ലോ, പ്ലസ് എമൗണ്ട് കോളത്തിലാണ് എഴുതുക. അപ്പോൾ തെറ്റിപ്പോയിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്പർ ഇട്ടിട്ടുണ്ട്. ഇനി അടുത്തത് രണ്ടാമത്തേത് 100 രൂപ ബാങ്കുകാർ ഇൻസിഡൻ്റൽ ചാർജ് ഈടാക്കുമെന്ന് പറഞ്ഞു. ഈടാക്കുമ്പോൾ തന്നെ അവരത് എവിടെ റെക്കോർഡ് ചെയ്യും? പാസ്ബുക്കിൽ റെക്കോർഡ് ചെയ്യും. പാസ്ബുക്കിൽ 100 രൂപ മൈനസ് ആവും അല്ലേ. ഇനി അടുത്തത് ചെക്ക് ഫോർ ₹5,400 ഈസ് ഡെപ്പോസിറ്റഡ് ഇൻ ദ ബാങ്ക് ബട്ട് നോട്ട് യെറ്റ് കളക്റ്റഡ് ബൈ ദി ബാങ്ക്. 5,400 രൂപയുടെ ചെക്ക് ഈ അനിൽ ആൻഡ് കമ്പനി ബിസിനസ് ഓർഗനൈസേഷൻ ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തു. അതായത് അനിൽ ആൻഡ് കമ്പനിക്ക് പൈസ നൽകാനുള്ളവർ ചെക്കായിട്ട് തന്നിരിക്കുന്നതാണ്. അപ്പം നമ്മൾ ഈ ചെക്ക് കിട്ടി ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ തന്നെ അനിൽ ആൻഡ് കമ്പനി അത് എവിടെ രേഖപ്പെടുത്തും? ക്യാഷ് ബുക്കിൽ രേഖപ്പെടുത്തും. അതായത് 5,400 രൂപയ്ക്ക് ക്യാഷ് ബുക്ക് ബാലൻസ് അവിടെ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും അല്ലേ. ഇപ്പോൾ അവിടെ ക്യാഷ് ബുക്ക് ബാലൻസ് ഇൻക്രീസ് ചെയ്യും. ഈ വിവരം ബാങ്കുകാർ അപ്പം തന്നെ നമ്മുടെ അക്കൗണ്ടിലേക്ക് ചെക്കിലെ എമൗണ്ട് കളക്ട് ചെയ്ത് വരില്ല, കുറച്ച് താമസം എടുക്കും അല്ലേ. അപ്പോൾ ആ ഒരു ടൈം ഗ്യാപ്പിൽ അവിടെ പാസ്ബുക്കിൻ്റെ ബാലൻസ് എന്ത് ചെയ്തായിരിക്കും കിടക്കുന്നത്? റെഡ്യൂസ് ചെയ്തായിരിക്കും കിടക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ മൈനസ്. അപ്പോൾ ഇവിടെ ആദ്യത്തേത് ക്യാഷ് ബുക്കിൻ്റെ ഇവിടെ എഴുതാൻ വിട്ടുപോയി. ഇവിടെ എന്ത് ചെയ്ത് കിടക്കുമായിരിക്കും? അത്രയും തുക ഇൻസിഡൻ്റൽ ചാർജ് ഈടാക്കിയത് അറിയാത്തത് കാരണം ഇവിടെ ക്യാഷ് ബുക്കിൽ കൂടി കിടക്കുമായിരിക്കും, പാസ്ബുക്കിൽ കുറഞ്ഞുകൊണ്ടല്ല കിടക്കുന്നത്. നെക്സ്റ്റ്, എ ചെക്ക് ഫോർ ₹20,000 ഈസ് ഇഷ്യൂഡ് ബൈ അനിൽ ആൻഡ് കമ്പനി നോട്ട് പ്രസന്റഡ് ഫോർ പേയ്മെന്റ്. ഇവിടെ എന്താ പറയുന്നത്? അനിൽ ആൻഡ് കമ്പനി ഒരു ചെക്ക് ഇഷ്യൂ ചെയ്തിരിക്കുന്നതാണ്. 20,000 രൂപയുടെ ചെക്ക്
ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ആർക്കോ, അതായത് ഇവർ അനിൽ ആൻഡ് കമ്പനി പണം കൊടുക്കാനുള്ള ആർക്കോ ക്യാഷ് കൊടുക്കുന്നതിന് പകരം എന്തോ ഇഷ്യൂ ചെയ്തിരിക്കുന്നതാണ്, ചെക്ക് ഇഷ്യൂ ചെയ്തിരിക്കുന്നതാണ്. പക്ഷേ ചെക്ക് കിട്ടിയ വ്യക്തി നോട്ട് പ്രസൻറ്റഡ് ഫോർ പേയ്മെൻറ്റ്, അയാൾക്ക് പേയ്മെൻറ്റ് കിട്ടാൻ വേണ്ടി അത് ബാങ്കിൽ കൊണ്ടുപോയി കൊടുത്തിട്ടില്ല. അപ്പം നോക്കിക്കോ, ഇവിടെ അനിൽ ആൻഡ് കമ്പനി എന്ത് ചെയ്യും, ആൾക്ക് ചെക്ക് കൊടുക്കുമ്പോൾ തന്നെ അത് എവിടെ രേഖപ്പെടുത്തും, ക്യാഷ് ബുക്കിൽ രേഖപ്പെടുത്തും. കാരണം അത്രയും ക്യാഷ് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പോകുവാണല്ലോ. അപ്പോൾ ക്യാഷ് ബുക്കിൽ അത്രയും തുക എന്ത് ചെയ്യും, റെഡ്യൂസ് ചെയ്യും അല്ലേ, ക്യാഷ് ബുക്ക് ബാലൻസ് കുറയും. പക്ഷെ ചെക്ക് കിട്ടിയ വ്യക്തി എന്ത് ചെയ്തിട്ടില്ല, ബാങ്കിൽ കൊണ്ടുപോയി പ്രസന്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അത് ആരറിഞ്ഞിട്ടില്ല, ബാങ്ക് അറിഞ്ഞിട്ടില്ല, പാസ്ബുക്കിൽ അത് റെക്കോർഡ് ചെയ്തിട്ടില്ല. അതായത് ഇത്രയും തുകയ്ക്ക് പാസ്ബുക്ക് ബാലൻസ് ഇപ്പോൾ ഇവിടെ എന്ത് ചെയ്ത് നിൽക്കുമായിരിക്കും, കൂടി നിൽക്കുമായിരിക്കും അല്ലേ. ഇങ്ങനെ പിന്നെ നമുക്ക് ഓരോ ട്രാൻസാക്ഷനും ക്യാഷ് ബുക്കിനെയും പാസ്ബുക്കിനെയും എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു നമ്മൾ മനസ്സിലാക്കി. ഇപ്പം നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് ക്യാഷ് ബുക്ക് ബാലൻസിലാണ്. അപ്പം നമുക്ക് എത്തേണ്ട ഏത് ബാലൻസിലാണ്, പാസ്ബുക്ക് ബാലൻസിലാണ്. അപ്പോൾ എന്ത് ചെയ്യണം, റിക്കൺസിൽ ചെയ്യാൻ നമ്മൾ ഏത് ചിഹ്നങ്ങളാണ് എടുക്കേണ്ടത്, ഈ പാസ്ബുക്ക് ബാലൻസിൻ്റെ ചിഹ്നങ്ങൾ അല്ലേ. അതായത് റിക്കൺസിൽ ചെയ്യണമെങ്കിൽ രണ്ടാമത്തെ ട്രാൻസാക്ഷൻ്റെ ഇവിടെ മൈനസ്, ഇവിടെ മൈനസ്, ഇവിടെ പ്ലസ് കണ്ടോ. അങ്ങനെ തന്നെയാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത്. 54,000 പ്ലസ് എമൗണ്ടിൽ എഴുതിയിരിക്കുന്നു. ഇൻസിഡൻ്റൽ ചാർജസ് രണ്ടാമത്തേത് 100 രൂപ കണ്ടോ, മൈനസ് എമൗണ്ട് കോളത്തിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ 5,400 രൂപയുടെ ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്തു, പക്ഷേ കളക്ട് ചെയ്തിട്ടില്ല. അതെന്ന് പറയുന്നത് എന്താണ് കണ്ടോ, മൈനസ് ആണ്, മൈനസ് എമൗണ്ട് കോളത്തിൽ വേണം രേഖപ്പെടുത്താൻ. പിന്നെ ചെക്ക് ഫോർ ₹20,000 ഇഷ്യൂഡ് ബൈ അനിൽ ആൻഡ് കമ്പനി നോട്ട് പ്രസൻറ്റഡ് എന്ന് പറയുമ്പോൾ റിക്കൺസിലേക്കാനായിട്ട് അത് എവിടെ വേണം, പ്ലസ് എമൗണ്ട് കോളത്തിൽ വേണം രേഖപ്പെടുത്താനായിട്ട്. ഇവിടെ ഇപ്പോൾ പ്ലസ് ആദ്യം എഴുതിയിട്ട് മൈനസ് എല്ലാം കൂടെ അടുപ്പിച്ച് ഇങ്ങനെ എഴുതിയിരിക്കുന്നതേ ഉള്ളൂ. നമുക്ക് ഈ ഓർഡറിലും എഴുതിയാലും മതി, എങ്ങനെ എഴുതിയിരുന്നാലും കുഴപ്പമില്ല. അപ്പം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യനും കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇല്ലസ്ട്രേഷൻ 3. The bank passbook of Bose and Company showed a balance of ₹45,000 on May 31st, 2017. ബോസ് ആൻഡ് കമ്പനിയുടെ പാസ്ബുക്ക് ബാലൻസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. പാസ്ബുക്ക് ബാലൻസ് ഓഫ് 45,000. അപ്പോൾ ഇതിൽ മുമ്പുള്ള 2 പ്രോബ്ലത്തിലും ക്യാഷ് ബുക്ക് ബാലൻസ് ആയിരുന്നു തന്നിരിക്കുന്നത്. ഇതിൽ എന്താണ് തന്നിരിക്കുന്നത്, പാസ്ബുക്ക് ബാലൻസ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ പാസ്ബുക്ക് ബാലൻസിൽ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ എവിടെ എത്തണം, ക്യാഷ് ബുക്ക് ബാലൻസിൽ എത്തണം. അപ്പം പാസ്ബുക്കിൽ മിച്ചം കിടക്കുന്ന പണമാണ്, അല്ലാതെ വേറെ പ്രത്യേകിച്ച് ഇവിടെ ഓവർ ഡ്രാഫ്റ്റ് ഒന്നും പറയുന്നില്ല. അതുകൊണ്ട് തന്നെ പാസ്ബുക്കിൻ്റെ ക്രെഡിറ്റ് ബാലൻസ് ആണ് തന്നിരിക്കുന്നത്. അതായത് ബാങ്ക് അക്കൗണ്ടിൽ പാസ്ബുക്ക് പ്രകാരം 45,000 രൂപ മിച്ചം കിടപ്പുണ്ടെന്നാണ്. അതുകൊണ്ട് തന്നെ ഈ 45,000 ഏത് എമൗണ്ട് കോളത്തിൽ വേണം രേഖപ്പെടുത്താൻ, പ്ലസ് എമൗണ്ട് കോളത്തിൽ വേണം രേഖപ്പെടുത്താനായിട്ട്. ഉണ്ടോ, ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് എന്ന് പറഞ്ഞ് പ്ലസ് എമൗണ്ട് കോളത്തിൽ 45,000 രേഖപ്പെടുത്തുക. ഒന്നാമത്തേത് ചെക്സ് ഇഷ്യൂഡ് ബിഫോർ May 31st, 2017 amounting to ₹25,940 had not been presented for encashment. അതായത് ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്, ഒരു ചെക്ക് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. അതായത് ബോസ് ആൻഡ് കമ്പനി ആർക്കോ ഒരു ചെക്ക് കൊടുത്തിട്ടുണ്ട്. അവർ ചെക്ക് ക്യാഷ് കൊടുക്കാനുള്ള പാർട്ടിക്ക് ക്യാഷിന് പകരം എന്താ ഇഷ്യൂ ചെയ്തിരിക്കുന്നത്, ചെക്കാണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ചെക്ക് ഇഷ്യൂ ചെയ്യുമ്പോൾ തന്നെ അവർ എവിടെ റെക്കോർഡ് ചെയ്യും, ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്യും. ചെക്ക് അത്രയും തുകയുടെ ചെക്ക് 25,940 രൂപയുടെ ചെക്ക് അങ്ങ് കൊടുത്തു. അപ്പോൾ അത്രയും തുകയ്ക്ക് ക്യാഷ് ബുക്കിൻ്റെ ബാലൻസ് എന്ത് ചെയ്യുന്നു, റെഡ്യൂസ് ചെയ്യുന്നു. പക്ഷേ ചെക്ക് കിട്ടിയ വ്യക്തി അതെന്ത് ചെയ്തിട്ടില്ല, ഹാഡ് നോട്ട് ബീൻ പ്രസൻറ്റഡ് ഫോർ എൻകാഷ്മെൻറ്റ്, ക്യാഷ് കിട്ടുന്നതിന് വേണ്ടി അത് ബാങ്കിൽ പ്രസൻറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ എന്താണ്, ഈ വിവരം ബാങ്കിൽ അറിഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് അനാലിസിസ് ടേബിളിലേക്ക് റെക്കോർഡ് ചെയ്യാം. അപ്പോൾ ക്യാഷ് ബുക്കിൽ റെഡ്യൂസ് ചെയ്തു അല്ലേ. ഇപ്പം ട്രാൻസാക്ഷൻ 1 ഇവിടെ പാസ്ബുക്കിൻ്റെ ബാലൻസ് ഏറ്റവും മുകളിലാണ് കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ട് അതിന് നമ്പർ ഇട്ടിട്ടില്ല. ഇതിനാണ് 1 എന്നുള്ള നമ്പറിൽ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ചെക്ക് ഇഷ്യൂ ചെയ്യുമ്പോൾ തന്നെ ക്യാഷ് ബുക്ക് ബാലൻസ് അത്രയും എന്ത് ചെയ്യുന്നു, മൈനസ് ആവുന്നു. അപ്പോൾ പാസ്ബുക്കിൽ അത്രയും തുക എന്ത് ചെയ്ത് നിൽക്കുന്നു, കൂടി നിൽക്കുവാണ്. നെക്സ്റ്റ് 2 ചെക്സ് ഓഫ് ₹3,900 and ₹2,350 were deposited into the bank on May 31st, but the bank gave credit for the same in June 2017. 2 ചെക്കുകൾ ബോസ് ആൻഡ് കമ്പനി
ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തു. അതായത് ബോസ് ആൻഡ് കമ്പനിക്ക് ക്യാഷ് നൽകാനുള്ളവർ ചെക്കായിട്ട് കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ആ കിട്ടിയ 2 ചെക്ക് എന്ത് ചെയ്യുന്നു, അവർ ബാങ്കിലേക്ക് ഇടുന്നു. അപ്പം ചെക്ക് കിട്ടി ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ തന്നെ ബോസ് ആൻഡ് കമ്പനി എന്ത് ചെയ്യും, അവരുടെ ക്യാഷ് ബുക്കിൽ അത് റെക്കോർഡ് ചെയ്യും അല്ലേ. അതായത് ഇത്രയും തുകയ്ക്ക് ക്യാഷ് ബുക്ക് ബാലൻസ് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. അപ്പം 2 ചെക്കുണ്ട്, രണ്ടും ജൂൺ 2017 വരെ എൻക്യാഷ് ചെയ്തിട്ടില്ല. അപ്പം നമ്മുടെ കണക്ക് ഇവിടെ മെയ് 31 അല്ലേ, അത് കഴിഞ്ഞിട്ടാണ് ഇത് എൻക്യാഷ് ചെയ്യുന്നത്. അപ്പോൾ ഇതുവരെ ബട്ട് ദ ബാങ്ക് ഗീവ് ക്രെഡിറ്റ് ഫോർ ദ സെയിം ഇൻ ജൂണിലാണ് അത് എൻക്യാഷ് ചെയ്ത് വന്നത്. അപ്പം മെയ്യിൽ ക്യാഷ് വന്നിട്ടില്ലല്ലോ, എൻക്യാഷ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ ഈ 2 ചെക്കിൻ്റെ ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് എത്രയാണ്, 3,900 പ്ലസ് 2,350. അപ്പം 6,250, 6,250 രൂപ ക്യാഷ് ബുക്കിൽ നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ചെക്ക് കിട്ടിയപ്പോൾ തന്നെ. പക്ഷേ അത് വളരെ വൈകിയാണ് അക്കൗണ്ടിലേക്ക് പണം വന്ന് ബാങ്കുകാരത് പാസ്ബുക്കിൽ ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ടൈം ഗ്യാപ്പിൽ ക്യാഷ് ബുക്ക് ബാലൻസ് ഇത്രയും തുകയ്ക്ക് എന്ത് ചെയ്ത് നിൽക്കുകയാണ്, കൂടി നിൽക്കുകയാണ്. പാസ്ബുക്കിൽ അത് വന്നിട്ടുണ്ടോ, ഇല്ല. അപ്പോൾ അത്രയും തുക പാസ്ബുക്കിൽ കുറഞ്ഞു കിടക്കുകയാണ്. ക്ലിയർ ആയില്ലേ? നെക്സ്റ്റ്, there was also a debit in the passbook of rupees 2,500 in respect of a check dishonored on 31st May 2017. എന്താണ് ഇവിടെ പറയുന്നത്, പാസ്ബുക്കിൽ ഒരു ഡെബിറ്റ് വന്നിട്ടുണ്ട്. ഏതാ, 2,500 രൂപ. എന്തിനാണ്, ഒരു ചെക്ക് ഡിസോണർ ആയിപ്പോയി. അതായത് കിട്ടിയ ചെക്കിൽ പണമില്ലാതെ, അക്കൗണ്ടിൽ പണമില്ലായിരുന്നു, അതുകൊണ്ട് ആ ചെക്ക് എന്തായിപ്പോയി, ഡിസോണർ ആയിപ്പോയി. അപ്പോഴത് പാസ്ബുക്കിൽ ഡിസോണർ ആക്കിയപ്പോൾ തന്നെ ആ പാസ്ബുക്കിൽ ബാങ്കുകാർ എന്ത് ചെയ്തു, അത്രയും തുക ഡെബിറ്റ് ചെയ്തു. അതായത് ചെക്ക് ഡിസോണർ ആയി പോകാൻ തന്നെ എന്താ, അക്കൗണ്ടിൽ പണമില്ലാതെയായിരുന്നു ചെക്ക് നൽകിയിരിക്കുന്നത്. അപ്പോൾ പിന്നെ ആ ചെക്ക് പാസ്സാക്കി കൊടുക്കുമോ, ഇല്ല. അപ്പോൾ തന്നെ ബാങ്കുകാർ അതെന്ത് ചെയ്യുന്നു, നമ്മുടെ പാസ്ബുക്കിൽ അത്രയും തുക അങ്ങ് കുറയ്ക്കുന്നു, 2,500. അപ്പം പാസ്ബുക്ക് ബാലൻസ് 2,500 രൂപയ്ക്ക് എന്ത് ചെയ്യുന്നു, റെഡ്യൂസ് ചെയ്യുന്നു. അപ്പം ഈ വിവരം നമ്മൾ അറിഞ്ഞിട്ടില്ല. അപ്പോൾ ക്യാഷ് ബുക്കിൽ ആ വിവരം റെക്കോർഡിങ് വന്നിട്ടില്ല. അപ്പം പാസ്ബുക്ക് ബാലൻസ് ഇവിടെ 2,500 എന്ത് ചെയ്യുന്നു, റെഡ്യൂസ് ചെയ്യുന്നു കേട്ടോ. അപ്പം ചെക്ക് ഡിസോണർ ആയിപ്പോയി. ഡിസോണർ ആയി പോകുമ്പോൾ ബാങ്കുകാർ അപ്പം തന്നെ അത് പാസ്ബുക്കിൽ റെക്കോർഡ് ചെയ്യും. പാസ്ബുക്കിൽ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് അത്രയും തുക മൈനസ് ചെയ്യും. ഇപ്പം നമ്മുടെ ക്യാഷ് ബുക്കിൽ അത് വന്നിട്ടില്ല. അപ്പോൾ അത്രയും തുക എന്ത് ചെയ്ത് കിടക്കുക, ക്യാഷ് ബുക്കിൽ പ്ലസ് ആയിട്ട് കിടക്കുകയാണ്. അപ്പം നമുക്കിനി റിക്കൺസിൽ ചെയ്യിക്കണം. ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് പാസ്ബുക്ക് ബാലൻസ് ആണ് കേട്ടോ. ബാങ്ക് പാസ്ബുക്ക് ബാലൻസ് ഓഫ് ബോസ് ആൻഡ് കമ്പനിയിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. 45,000 എന്ന് പറയുന്നത് പാസ്ബുക്ക് ബാലൻസ് ആണ്. അപ്പോൾ നമ്മൾ ചെന്നെത്തേണ്ടത് ഏത് ബാലൻസിലാണ്, ക്യാഷ് ബുക്ക് ബാലൻസിലാണ്. അപ്പോൾ നമുക്ക് റിക്കൺസിൽ ചെയ്യിക്കുമ്പോൾ ഏത് ചിഹ്നങ്ങളാണ് എടുക്കേണ്ടത്, കണ്ടോ, ക്യാഷ് ബുക്ക് ബാലൻസിലാണ് നമുക്ക് എത്തേണ്ടത്. അപ്പോൾ റിക്കൺസിൽ ചെയ്യിക്കണമെങ്കിൽ നമ്മൾ ഈ സൈൻസ് ആണ് നോക്കേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യണം, ഈ ചിഹ്നങ്ങൾ വേണം നമ്മൾ റിക്കൺസിൽ ചെയ്യിക്കാനായിട്ട് കൊടുക്കാനായിട്ട്. അപ്പം നോക്കിക്കേ, ഇവിടെ ഒന്നാമത്തേത് എന്താണ്, 25,940 അല്ലേ, ഉണ്ടോ, അതെന്ന് പറയുന്നത് ഇതേ ഉണ്ടോ, മൈനസ് എമൗണ്ട് കോളത്തിലാണ് എഴുതിയിരിക്കുന്നത്, കണ്ടില്ലേ, മൈനസ് എമൗണ്ട് കോളത്തിൽ. അടുത്ത രണ്ടാമത്തേത് ടോട്ടൽ എമൗണ്ട് എന്ന് പറഞ്ഞാൽ 6,280 ആണ്, ഉണ്ടോ, അത് പ്ലസ് എമൗണ്ടിൽ വേണം വരാനായിട്ട്. മൂന്നാമത്തേത് പ്ലസ് എമൗണ്ടിലാണ് വരുന്നത്. എത്രയാണ് എമൗണ്ട്, 2,500 ഉണ്ടോ. അപ്പോൾ ഈ ടെക്സ്റ്റിനകത്ത് പ്ലസിൻ്റെ ട്രാൻസാക്ഷൻസ് രണ്ടും അടുപ്പിച്ച് എഴുതിയിരിക്കുന്നു, അതിനുശേഷം മൈനസ് എഴുതിയിരിക്കുന്നു. ടോട്ടൽ ചെയ്യുക, ബാലൻസ് ചെയ്യുക, ബാലൻസ് കണ്ടുപിടിക്കുക. അതെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് ആയിരിക്കും. 27,810 ആയിരിക്കും ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞ് കിട്ടുക. അപ്പം ഇങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ പിന്നിലെ ലോജിക്ക് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു 5-6 മാർക്കിൻ്റെയൊക്കെ എല്ലാ വർഷവും എക്സാമിനേഷന് ചോദിക്കുന്നതാണ്. അപ്പോൾ ഭംഗിയായിട്ട് ചെയ്ത് പഠിക്കുക. ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും മതി. ഓക്കെ, താങ്ക് യു.